കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇഷ്ടവഴിപാടായ മോദകം മറിച്ചു വിൽക്കുന്നതായി ഗുരുതര കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് റെയ്ഡിലാണ് കണ്ടെത്തൽ. കീഴ്ശാന്തിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വിനായക ചതുർത്ഥി ദിനത്തിൽ നിരവധി ഭക്തർ എത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന് പുറത്തുള്ള കച്ചവടം. വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ഈ തിരക്കുകൾ അടക്കം മുതലെടുക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണോ ഈ ഇഷ്ടവഴിപാടായ മോദകം മറിച്ചു വിൽക്കുന്നതിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്? എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? എന്ത് നടപടിയാണ് ദേവസ്വം വിജിലൻസ് സ്വീകരിച്ചത്? തീർച്ചയായും ഇന്ന് നിരവധി ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ദിവസമാണ്. അതായത് വിനായക ചതുർത്ഥി ദിനമാണ്. കൊട്ടാരക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് മാത്രമാണ് ഈ മോദകം ഇവിടെ നിർമ്മിക്കുന്നത്. അതായത് മോദകം നിർമ്മിച്ച് ഇവിടെയുള്ള വഴിപാട് നടത്തിയ ശേഷം ഭക്തർക്ക് അത് നൽകുകയാണ്. അതിനുവേണ്ടി ദേവസ്വം ബോർഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു വഴിപാട് കൗണ്ടറാണിത്. ഇവിടെ എത്തിയാണ് 30 രൂപ നൽകി ഓരോ പൊതിയിലായി മോദകം ഇവിടെ ഭക്തജനങ്ങൾ വാങ്ങുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഈ ക്ഷേത്രത്തിന് വെളിയിലായി, അതായത് 30 രൂപയിൽ നിന്നും അധികമായി മറ്റൊരു വിൽപ്പന നടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഇന്ന് പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു ഗോഡൌണിൽ വെച്ച് ഇത്തരത്തിൽ അധിക വിലയ്ക്ക് മോദകം വിൽക്കുന്നതായി കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് ഭഗവാന്റെ ഇഷ്ട വഴിപാടായിട്ടുള്ള മോദകം മറിച്ചു വിൽക്കുകയാണ് ഉണ്ടായത്. അതിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് കീഴ്ശാന്തിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വിൽപ്പന നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അതിൽ അന്വേഷണം തുടരുകയാണ്. ഇനിയും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് വരികയാണ്. അതേസമയം തന്നെ ഈ കീഴ്ശാന്തിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഈ ദേവസ്വം അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഈ പ്രത്യേക ദിനത്തിൽ, അതായത് ഇവിടേക്ക് നിരവധി ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവരെ പോലും വഞ്ചിതരാക്കുന്ന ഒരു സമീപനമാണ് ഈ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. അതേസമയം തന്നെ നേരത്തെയും ഈ കീഴ്ശാന്തി നടപടി നേരിട്ടിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഉണ്ണിയപ്പം പോലും മറിച്ചു വിറ്റ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ കീഴ്ശാന്തിക്കെതിരെ ഇത്തരത്തിൽ പരാതി. മനോജ്, ഈ കീഴ്ശാന്തി മാത്രമാണോ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയത്? കാരണം ഭക്തർ അത്രത്തോളം പവിത്രമായി കാണുന്ന ഒരു മോദകം, അതാണ് മറിച്ചു വിൽക്കുന്ന സമീപനം സ്വീകരിച്ചത്. ഈ കീഴ്ശാന്തി മാത്രമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാർക്ക് ബന്ധമുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായും അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണ്. അതായത് നിർമ്മാണ ചുമതല ഉള്ളത്, അതായത് മോദകം നിർമ്മിക്കുന്നത് കീഴ്ശാന്തിയുടെ നേതൃത്വത്തിലാണ്. അത് കഴിഞ്ഞ ശേഷം അത് ദേവസ്വം ബോർഡിന് കൈമാറണം. ദേവസ്വം ബോർഡാണ് അതിൽ കൃത്യമായിട്ടുള്ള വില നിശ്ചയിച്ച് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. പക്ഷേ അതിൽ നിന്നും ഒരു ഭാഗം മോദകം പുറത്തേക്ക് എങ്ങനെ പോയി എന്നുള്ളതാണ്. ആ പുറത്തേക്ക് മറ്റൊരാളെ വെച്ച് വിൽപ്പന നടത്തിയതാണോ എന്നൊക്കെ പരിശോധിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഈ വാർഡ് കൗൺസിലർ കൂടെ ചേരുകയാണ്. നേരത്തെയും ഇത്തരത്തിൽ നടപടി നേരിട്ട ഒരു വ്യക്തിയായിരുന്നോ? നേരത്തെ ഇതുപോലെ നടപടി നേരിട്ട ഒരു വ്യക്തിയായിരുന്നു കീഴ്ശാന്തി. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഉണ്ണിയപ്പം ബ്ലാക്കിൽ കൊടുത്തതിന് അദ്ദേഹത്തെ പിടികൂടുകയും ദേവസ്വം ബോർഡ് വിജിലൻസ്, സ്റ്റേറ്റ് വിജിലൻസ് പിടികൂടുകയും 13,000 അദ്ദേഹത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതുമാണ്. അതിന് ഒരു നടപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന്, ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പിന്നെയും അദ്ദേഹം ഈ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വർഷത്തിൽ നമ്മുടെ വിനായക ചതുർത്ഥി വിനായകോത്സവം നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ അതിവിപുലമായി ആഘോഷിക്കുന്ന ഒരു വേളയായിരുന്നു. എന്നാൽ ഈ വർഷം ദേവസ്വം ബോർഡ് നേരിട്ട് ദേവസ്വം ബോർഡ് ഗണേശോത്സവം നടത്തുകയാണ്. ഗണേശോത്സവം ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്നതിൻ്റെ അപാകത ഇവിടെ എല്ലാ തലത്തിലും നമുക്ക് അതിൻ്റെ കുറവ് നമുക്ക് കാണാൻ കഴിയും. ഗജകൂട്ടായാലും ആനയൂട്ടിലായാലും നമ്മുടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലെ എല്ലാം ഒരു ജനങ്ങളുടെ പങ്കാളിത്തക്കുറവ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് ഇന്ന് രാവിലെ നമ്മുടെ ഈ പ്രിമസസിന് ഗണപതി അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ നമ്മുടെ ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ മോദകം ഒരു കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥ AC-യും ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അവർ വന്ന് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവിടെ വെളിയിൽ ഏകദേശം ചാക്ക് കണക്കിന് മോദകം അവിടെ വെച്ച് ഈ വെളിയിൽ 40 രൂപ ക്രമത്തിൽ, അകത്ത് 30 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വെളിയിൽ 40 രൂപ ക്രമത്തിൽ ഒരു രസീതുമില്ലാതെ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഈ അമ്പലത്തിൽ ഈ മോദകം വിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് നാട്ടുകാരായ ഞാൻ ഈ വാർഡിൻ്റെ കൗൺസിലും ഈ ഒരു കരയുടെ ഒരു സെക്രട്ടറിയും കൂടാണ്. ദേശം പടിഞ്ഞാറ്റിൽ നിന്നുള്ള കരയുടെ സെക്രട്ടറിയും കൂടാണ്. ഞങ്ങൾ കുറേ പ്രവർത്തകർ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വരുന്ന സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടുകൊണ്ട് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ 10 കവർ 400 രൂപയ്ക്കും ഒരു ചാക്ക് ഇങ്ങനെ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത്
ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോട് കൂടിയായിരിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് ഈ കീശാന്തിക്കേരെയും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നല്ല രീതിയിൽ നടപടിക്ക് വിധേയരാക്കണമെന്നാണ് പറയാനുള്ളത്. ഈ കീശാന്തി മാത്രമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? കീശാന്തിയാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മോദകത്തിൻ്റെ കരാർ ഉദ്യോഗസ്ഥൻ. ഉണ്ണിയപ്പത്തിനായാലും 40 രൂപയിൽ 22 രൂപ ദേവസ്വം ബോർഡിനും 18 രൂപ ദേവസ്വം ബോർഡിനും 22 രൂപ തിരുമേനിക്കുമാണ് കിട്ടുന്നത്. മോദകമായാലും മോദകം 30 രൂപയ്ക്കകത്ത് ദേവസ്വം ബോർഡ് രസീത് ഇടുമ്പോൾ 20 രൂപ തിരുമേനിക്കും 10 രൂപ ദേവസ്വം ബോർഡാണ് കിട്ടുന്നത്. ആ നടയറിഞ്ഞുള്ള കാര്യങ്ങളല്ല വെളിയിൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന് വെളിയിൽ കൊണ്ടുപോയാണ് ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ മോദകം കച്ചവടം ചെയ്തിരിക്കുന്നത്. അതിന് ശക്തമായ നടപടി, ശക്തമായ ഭഗവാനെ വിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കച്ചവട സ്ഥാപനമായിട്ട് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം മാറിയിരിക്കുകയാണ്. തീർച്ചയായും അതുതന്നെയാണ് ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായിട്ടുള്ള മോദകം. നേരത്തെ ഉണ്ണിയപ്പമായിരുന്നു ഇത്തരത്തിൽ കച്ചവടം നടത്തിയത്. ഇപ്പോൾ മോദകമാണ് ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുവച്ച് അവിടെ ഇഷ്ടത്തിനുള്ള വിലയ്ക്ക്, അതായത് അകത്തു നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്ക് ഈ കച്ചവട ലാഭമുണ്ടാക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുള്ള ഭക്തർക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഭക്തർ വന്ന് അവിടെ നിന്ന് ഈ മോദകം വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത് പിന്നീട് ദേവസ്വം വിജിലൻസിനെ വിവരമറിയിച്ചത്. എന്തായാലും ഇവിടെ ഇന്ന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം ഇന്ന് പുരോഗമിച്ചത്. അപ്പോൾ തന്നെ മോദകം വിൽക്കുവാൻ വേണ്ടി ഒരു കൗണ്ടറും ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ഇതിന് പുറത്തൊരു വിൽപ്പന എങ്ങനെ നടന്നു എന്നുള്ളതാണ്. കീഴ്ശാന്തി ഈ മോദകവുമായി പുറത്ത് എങ്ങനെ എത്തി, അല്ലെങ്കിൽ ഇവിടെ അതിനുവേണ്ട പരിശോധനാ സംവിധാനം ഇല്ലായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും ദേവസ്വം അധികൃതരടക്കം ഇവിടെയുണ്ട്, വിജിലൻസ് ഉണ്ട്. അവരൊക്കെ തന്നെ ഈ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായി കണ്ടെത്തിയത്. എന്തായാലും ഉടനടി നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവമുണ്ടായി. അതായത് ഇവിടെ നിന്നും മോദകം പുറത്തു കൊണ്ടുപോയി അധിക വിലയ്ക്ക് കൊടുത്ത് കച്ചവട ലാഭം ഉണ്ടാക്കാൻ നോക്കി എന്നുള്ളതാണ്. അത്തരത്തിലൊരു ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഭഗവാനെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. നേരത്തെയും ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ നടപടി നേരിട്ടിട്ടുള്ള ഒരാളാണ് ഈ സംഭവം വീണ്ടും ആവർത്തിച്ചതെന്നുള്ളതാണ്. ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ അഴിമതി നടത്തുന്ന ഈ ജീവനക്കാരെ ഇവിടെ ദേവസ്വം ഇനിയും വച്ചുകൊണ്ടിരിക്കണമോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേവസ്വം ബോർഡിന്റെ ഈ വിൽപ്പന കൗണ്ടറാണ്. ഇവിടെ എത്തിയാണ് ഈ ഭക്തരെല്ലാം ഈ മോദകം വാങ്ങുന്നത്. പക്ഷേ പുറത്തൊരു ഗോഡൌൺ, ഇതിനു വേണ്ടി ഒരു ഗോഡൌൺ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ മോദകം ഇഷ്ടവിലയ്ക്ക് വിറ്റത്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ ഇന്ന് പാവനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെത്തി ഈ ഭക്തരെല്ലാം തന്നെ പ്രാർത്ഥനയോടെ നിന്ന് ഭഗവാന്റെ ഇഷ്ടനിവേദ്യം അവിടെ നിന്നും ഇഷ്ടപ്പെട്ട മോദകം സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ പോലും അഴിമതി നടത്തുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെയധികം ഗുരുതരമായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ വഞ്ചിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഈ ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുള്ളത്. KP കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇഷ്ടവഴിപാടായ മോദകം മറിച്ചു വിൽക്കുന്നതായി ഗുരുതര കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് റെയ്ഡിലാണ് ഈ കണ്ടെത്തൽ. കുറ്റക്കാർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.